ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ യാത്രയുടെ 4-ാം ദിവസവും ഞങ്ങൾ മൂന്നാർ തന്നെയായിരുന്നു. ഒരു ഹോം സ്റ്റേ പോലൊരു കോട്ടേജിൽ ഞങ്ങൾ താമസിച്ചു. രാവിലെ അന്ന് എണീക്കാൻ ഒരുപാട് ലേറ്റായി, കാരണം ഈ തണുപ്പത്ത് കിടന്നുറങ്ങാൻ നല്ല സുഖമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു 8:30 ഒക്കെ ആയപ്പോഴാണ് റെഡിയായത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടർന്നു. വണ്ടിയിലിരുന്ന് ഈ കാർമേഘവും മലയും മഞ്ഞും മൂടി ആ ഒരു പ്രദേശത്തൂടെ സഞ്ചരിക്കുമ്പോഴുണ്ടല്ലോ നമുക്കൊരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുപാട് ആസ്വദിച്ചു. യാത്രയിലാണ് ഒരുപാട് നേരം ഡ്രൈവ് ചെയ്യണം. ഞങ്ങൾ ആദ്യം പോകുന്നത് മാങ്കുളത്തേക്കായിരുന്നു. മാങ്കുളം, വിരിപ്പാറ വാട്ടർഫോൾസ്, പിന്നെ കാട്ടിലേക്കുള്ള യാത്ര, പിന്നെ അവിടെ തന്നെ ഒരു ടൈഗർ റിസർവ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കാണാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾ ഒട്ടും ടയേർഡായില്ല, കാരണം അത്രയ്ക്ക് നല്ലൊരു ക്ലൈമറ്റും ആ ഒരു പ്രകൃതി രമണീയമായ ആ ഒരു അന്തരീക്ഷവും എല്ലാം ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഞങ്ങൾ എന്നിട്ട് അവിടുത്തെ ടീ എസ്റ്റേറ്റിൽ പോയി. ടീ എസ്റ്റേറ്റിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ അങ്ങ് അകത്തോട്ടൊക്കെ കൊണ്ടുപോയി കൊച്ചുങ്ങളെയൊക്കെ കാണിച്ചു കൊടുത്തു. കുട്ടികൾക്ക് എങ്ങനെയാണ് അവർ ടീ കൃഷി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വാട്ടർഫോൾസിലേക്ക് പോകുന്നതിന് മുന്നേ വഴിയിൽ വെച്ചൊരു സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ആ സ്കൂളിൻ്റെ ഒരു LP സ്കൂളാണ്. അവിടെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞു. അത് കഴിഞ്ഞ് കാട്ടിലേക്ക് പോയപ്പോഴേക്കും അവിടെ കാട്ടിലാണ്, എന്നാൽ എല്ലാ വണ്ടികളും ആൾക്കാരുമൊക്കെ ട്രാവൽ ചെയ്യുന്നൊരു റോഡാണ്. അവിടെ കൊക്കോ നന്നായിട്ട് കിളിച്ച് നിൽപ്പുണ്ടായിരുന്നു. പാഷൻ ഫ്രൂട്ട്, പേരയ്ക്ക, അങ്ങനെ ഞങ്ങൾ കൊക്കോയൊക്കെ പിച്ചിയെടുത്തു. അവിടെ പറഞ്ഞു, ഗാർഡ് ഉണ്ടായിരുന്നു. ഗാർഡ് പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ള കൊക്കോയൊക്കെ നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ പിച്ചിയെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊക്കോയൊക്കെ പിച്ചിയെടുത്തു. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അപ്പം തന്നെ എൻ്റെ അച്ഛനും മോനും നാത്തൂൻ്റെ മോനും കൂടെ ചേർന്നായിരുന്നു കൊക്കോ പിച്ചിയത്. ഞങ്ങളിതുവരെയും കണ്ടിട്ടില്ലാത്തൊരു കളറായിരുന്നു. ഭയങ്കര റെഡിഷായ കളറിൽ കൊക്കോ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളവിടെ കണ്ടു. നമ്മളിവിടെ നാട്ടിലൊക്കെ കാണുന്നത് ഒരു പച്ച ചേർന്ന കളറായിരിക്കും. അത് പഴുക്കുമ്പോഴാണ് യെല്ലോ കളറാവുന്നത്. ആ യെല്ലോ പരുവത്തിലാണ് നമ്മളതെടുത്ത് കഴിക്കുന്നത്. അങ്ങനെ നമ്മളതെല്ലാം പിച്ചി എല്ലാവരും വീട്ടിലേക്ക് കൊണ്ടുപോകാനൊക്കെ എടുത്ത് പാക്ക് ചെയ്തു. എന്നിട്ട് അവിടെ വെച്ച് തന്നെ ഒരു 4 എണ്ണം നമ്മൾ പൊട്ടിച്ച് കഴിച്ചു. കത്തിയൊന്നും കയ്യിൽ കരുതിയില്ലായിരുന്നു. അതുകൊണ്ട് അവർ തന്നെ കല്ലുകൊണ്ടൊക്കെ എടുത്ത് വെച്ചിട്ടാണ് നമുക്ക് കഴിക്കാനൊക്കെ തന്നത്. നമ്മളിവിടെ കിട്ടുന്ന കൊക്കോ പോലെയല്ല, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. നല്ല മധുരമായിരുന്നു. നമുക്ക് വായിൽ വെക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു, വളരെ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, LP സ്കൂളിൻ്റെ ആ ഒരു ഗ്രൗണ്ടായിരുന്നു. ഒരു സ്കൂളിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ പോലും അല്ല. നമ്മുടെ നാട്ടിലെ സ്കൂളൊക്കെ നമുക്കറിയാം, ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു പ്ലേസിലായിരിക്കും. അവിടെ ഒരു ഭയങ്കര ഒരുപാട് ചെടികളോ മരങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇത് ഭയങ്കര ഒരു മലയുടെ നടുക്ക്, അല്ലെങ്കിൽ കുറേ മലകൾക്കിടയിലായിട്ടൊരു സ്കൂൾ. ഭയങ്കര സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾ അപ്പോഴാണ് കണ്ട ആ സ്കൂളിൻ്റെ ഫ്രണ്ട് വശത്തിലേക്ക് പേരയ്ക്ക മരം നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നല്ല പഴുത്ത് കിടന്ന പേരയ്ക്ക, ഞങ്ങൾ ആ പേരയ്ക്കയൊക്കെ പറിച്ചെടുത്തു. ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഞങ്ങൾ അത് കഴിച്ചു. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും, അത്ര ഭയങ്കര ഫ്രഷായിരിക്കുന്ന പേരയ്ക്കായിരുന്നു. നല്ല റെഡിഷ് കളറായിരുന്നു. ആ പേരയ്ക്ക എടുത്ത് നമ്മുടെ ചേട്ടൻ്റെ കയ്യിലേക്ക് ക്യാച്ച് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് ഞങ്ങളത് കളക്ട് ചെയ്തത്. ഞാനിവിടെ പേരയ്ക്കയുടെ കളറ് കാണിച്ചിട്ടുണ്ട്, കണ്ടോ എന്ത് ടേസ്റ്റി ആയിരുന്നു എന്നറിയാവുന്ന. റാഫയൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു. പിള്ളേരവിടെ കുറച്ച് നേരം ഓടിക്കളിച്ചു. പിന്നീട് കുറച്ച് മുന്നേക്ക് പോകുമ്പോഴത്തേക്ക് തട്ടായിട്ടിങ്ങനെ അവരിങ്ങനെ കൃഷി ചെയ്തിരിക്കുന്ന കാണണം. ആ ഒരു സീനറി ഭയങ്കര സൂപ്പറായിരുന്നു. രസകരമാക്കുന്നത് അല്ലെങ്കിൽ പൂർത്തീകരിക്കുന്നത് എന്നൊക്കെ നമുക്ക് പറയാം. അതായത് നമ്മൾ വിരിപ്പാറ വെള്ളച്ചാട്ടത്തിലാണ് പിന്നെ പോയത്. അപ്പോൾ ആ വിരിപ്പാറ വെള്ളച്ചാട്ടത്തിൽ പോയി ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മളെ അറിയാത്ത കുറേ ആൾക്കാർ അവിടെ വന്ന് എൻജോയ് ചെയ്യുന്നു. അവർ വന്ന് കുളിക്കുന്നു. അപ്പോൾ ആ ഒരു പല പ്രദേശത്തെ ആൾക്കാർ വന്ന് ഒരു ഐക്യതയോടെ ഇവിടെ നമ്മൾ കഴിയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കരുത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. എപ്പോഴും എല്ലാ ദിവസവും രാവിലെ തൊട്ട് രാത്രി വരെ വീട്ടിലെ ജോലികൾ, അല്ലെങ്കിൽ ഹസ്ബൻഡിനാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, അല്ലെങ്കിൽ രാത്രി വരെ ഓഫീസ് വർക്ക്, അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ, അങ്ങനെ മാത്രമാകുമ്പം കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ഇടയിൽ പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, നമ്മൾ അവരെ കൂടി മനസ്സിലാക്കുക. അവർ വളരെ ചെറിയ കുട്ടികളാണ്. ഇന്ന് നടക്കുന്ന
കുറേ പ്രശ്നങ്ങളുടെ നടുക്ക് അവർ വീണ് പോകാതെ അവരിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് നമ്മളുടെ കൂടെ എപ്പോഴും സന്തോഷത്തോടെ അവർ വേണമെന്നുണ്ടെങ്കിൽ അവരെ കുറച്ച് നാൾക്ക് നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുക. നമുക്ക് പറ്റുന്നിടത്തെല്ലാം അവരെ കൊണ്ടുപോവുക. നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെല്ലാം അവർക്ക് കൊടുക്കുക. ആവശ്യം എന്തെന്നും അനാവശ്യം എന്തെന്നും എല്ലാം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ ഇതൊക്കെ നമുക്ക് പറ്റുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവരെ യാത്രകളിൽ കൊണ്ടുപോകുമ്പോഴായിരിക്കും. അങ്ങനെ എപ്പോഴും ചിന്തിക്കുക, നമുക്ക് പറ്റുന്ന യാത്രകളിലെല്ലാം നമ്മുടെ കുട്ടികളെ കൊണ്ടുപോവുക. നമുക്ക് ആസ്വദിക്കുക. അവർ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഇച്ചിരിയല്ലേ ഉള്ളൂ. ആ പറ്റുന്ന രീതിയിലെല്ലാം നമ്മുടെ ജീവിതം നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വിരിപ്പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയത് ആനക്കുളത്തേക്കായിരുന്നു. വിരിപ്പാറ വെള്ളച്ചാട്ടം നമ്മുടെ കുറച്ച് മാങ്കുളത്ത് നിന്ന് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ അകത്തോട്ടേക്ക് പോകുമ്പോഴാണ്. 4 ചുറ്റിനും ലക്ഷ്മി എസ്റ്റേറ്റാണ്, 4 ചുറ്റിനും മലകളാൽ ചുറ്റപ്പെട്ടതാണ്. മൂന്നാറിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഒരകത്തേക്ക് കിടക്കുന്ന ഒരു ശാന്തമായ ഭയങ്കര പച്ചപ്പാർന്ന പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ഇതെല്ലാവർക്കും വന്നാലും ഓപ്പണാണ്. ലേഡീസിന് കുളിക്കാനായിട്ടൊരു പ്രത്യേക സ്ഥലം തന്നെ ഉണ്ട്. സേഫ്റ്റി നോക്കാൻ വേണ്ടിയിട്ട് അവർ ഗാർഡിനെയും നിർത്തിയിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മളെ കുളിക്കാനായിട്ടൊക്കെ നമുക്ക് പറ്റുന്നത്. പിന്നീട് ഞങ്ങൾ പോയത് ആനക്കുളത്തേക്കായിരുന്നു. കാരണം എൻ്റെ 40 ആന ഒരുമിച്ച് വന്ന് വെള്ളം കുടിക്കുന്ന സീനൊക്കെ പണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അവർക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചെന്നു. 3 മണിക്ക് ഞങ്ങൾ അവിടെ എത്തി. 3 മണിക്ക് എത്തിയിട്ട് 5 മണി വരെ നമുക്ക് ഈ ആനക്കുളത്ത് പോയി ഇറങ്ങാനും അവിടുന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ഫോറസ്റ്റ് ഗാർഡ് നമുക്ക് സമ്മതം തരും. പക്ഷേ 5 മണി കഴിഞ്ഞാൽ ഇവർ തരില്ല. കാരണം 5 മണി കഴിയുമ്പോഴാണ് ഈ ആനകൾ മരക്കൂടുന്ന് വെള്ളം കുടിക്കാനായിട്ട് ഇവരെത്തുന്നത്. വെറുതെ അങ്ങ് വന്ന് വെള്ളം കുടിക്കുകയല്ല അവർ ചെയ്യുന്നത്. അവരിങ്ങനെ വന്നിട്ട് നോക്കും. അവർക്ക് ഏതോ ഒരു ഉപ്പ് രസമുള്ള വെള്ളം എവിടെയാണെന്ന് അവർക്കറിയാം. ആ ഒരു സ്ഥലം അവർ തുമ്പിക്കൈ കൊണ്ടുവന്ന് കൈ കൊണ്ട് മുക്കി അവിടെ നിന്ന് വെള്ളം കുടിച്ച് അവിടെ നിന്ന് കുളിച്ച് അത് കഴിഞ്ഞ് കുറച്ച് മാറിയൊരു സ്ഥലത്തുനിന്ന് മണ്ണ് വരെ അവരുടെ ദേഹത്തേക്ക് വാരിയിടും. കണ്ടിട്ടേ പോകുന്നുള്ള വാശിയിലായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തു. കുട്ടികളൊക്കെ ഭയങ്കര ടയർഡാണെങ്കിലും അവർക്ക് ഈ ആന വന്ന് ഒരുമിച്ച് വന്ന് കൂട്ടത്തോടെ വരുന്നതും വെള്ളം കുടിക്കുന്നതും കാണണം എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിൽ അവരവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ അയത്തിലേക്ക്, ഞങ്ങളുടെ തിരിച്ചുള്ള യാത്രയിൽ അയത്തിലേക്ക് വന്നു. അയത്തിൽ അവിടെ ഒരു പഴങ്കഞ്ഞിക്കടയുണ്ട്. ബെസ്റ്റ് പഴങ്കഞ്ഞി കിട്ടുന്ന കടയാണ്. ഭയങ്കര ടേസ്റ്റി ഫുഡായിരുന്നു. ഞാനതിൻ്റെ കൂടുതൽ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.